അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാനൊരു സൂറത്ത് മനസ്സിൽ വിചാരിച്ചു, സൂറത്തിന്റെ പേര്. ആ സൂറത്തിന്റെ പേര് ഏതാണ് നിങ്ങൾ ഗസ് ചെയ്യണം. കറക്റ്റ് ഉത്തരം കണ്ടുപിടിക്കണം. ആലോചിക്കാം. നിങ്ങൾക്ക് എന്നോട് എന്ത് ചോദ്യം ചോദിക്കാം, പക്ഷെ ഞാൻ യെസ് ഓർ നോ ആൻസേഴ്സ് മാത്രമേ പറയൂ. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കണം. ഓക്കെ, സ്റ്റാർട്ട്. ആദ്യത്തെ 10-ലാണോ? 10 യൂസിലാണോ? ഞാനെന്തും ചോദിക്കാം, യെസ് ഓർ നോ എല്ലാത്തിനും പറയണം. എന്നാ രണ്ടാമത്തെ 10-ലാണോ? അപ്പൊ മൂന്നാമത്തെ 10-ലാണ്. അവസാനത്തെ 5-ലാണോ? അവസാനത്തെ 5-ലാണ് അല്ലേ? 50 ആയത്തിന്റെ മുകളിലാണോ? അപ്പൊ ചെറിയ സുഹൃത്താണ്. അവസാനത്തെ ജുസിലാണോ? അവസാനത്തെ അര യൂസിലാണോ? അവസാനത്തെ അര യൂസിലാണ്. മതി, അത് കിട്ടിയാൽ മതി. അപ്പൊ ഏകദേശം നടുഭാഗത്താ വരുന്നത്. ഓക്കെ, വെള്ളിയാഴ്ച ഓതുന്ന സുഹൃത്താണോ? പിന്നെ കേവലാക്ഷരങ്ങൾ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യണതാ. കേവലാക്ഷരം കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ലാസ്റ്റ് യൂസിൽ ഏതെങ്കിലും ഉണ്ടോ? ഇല്ലേ? ഇല്ലേ? ഏതാ? ഇല്ല. ലാസ്റ്റ് യൂസ് എത്തിയപ്പോ ലാസ്റ്റ് യൂസ് പറഞ്ഞില്ലേ? ലാസ്റ്റ് യൂസിന്റെ നടുഭാഗങ്ങളിലൂടെ വരുന്നു. ഓരോ സംശയം ആരീസിന്റെ എപ്പോഴാണോ മുകളിലാണോ? ഓക്കെ, അപ്പോ ബുറൂജ് സുഹൃത്ത് പേര് പറഞ്ഞു, വരണവരൊക്കെ പറഞ്ഞു. ക്വസ്റ്റ്യൻ ചോദിക്കണം. അത് നമ്മൾ ഏത് പറഞ്ഞാലും പറയണേ. അതിന്റെ സുഹൃത്തിന്റെ അർത്ഥം പ്രഭാതം എന്നാണോ? എന്തെങ്കിലും ഒന്ന് പറഞ്ഞോണ്ടേ. സുഹൃത്തിൽ ബാലത് അല്ല. പിന്നെ അന്ത്യദിനാണോ വിഷയം? അന്ത്യദിന. അപ്പൊ ഇൻഷിക്കാക്കല്ല, ത്വാരിഖും അല്ല. ത്വാരിഖാണോ? അന്ത്യദിനാണോന്ന് ചോദിച്ചാൽ അപ്പൊ ത്വാരിഖ്. അന്ത്യനാണോ വെച്ചാല് ജൽജല. അതായിട്ട് റിലേറ്റ് ചെയ്താണ്. പിന്നെ അവിടെ അന്ത്യത്തിനായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന സുഹൃത്താണ് ഇരസമാവും ഫത്രത്ത്. ഇരസമാവും ഫത്രത്ത് ഉണ്ട്, ഇതശംസു കുബറത്ത്. ഇതൊക്കെയാണ് അന്ത്യത്തിനായിട്ട് വരുന്നത്. ഇതാ വെച്ച് അലി ഹംസ വെച്ചിട്ടാണ് തുടങ്ങുന്നത്. ഹംസ വെച്ചിട്ടല്ല. സമ്മാനം